ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ ചില ഇടപെടലുകൾ ഉണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായി ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്ന ഒരു നിലപാട് വിവരാവകാശ കമ്മീഷനുണ്ട്. വിവരാവകാശ കമ്മീഷൻ എടുത്തതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത്. ആ പെറ്റീഷൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ തന്നെ WCCയുടെ ഒരംഗം, സ്ഥാപകാംഗം, ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അപ്പോൾ അവസാനം കോടതി ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണോ ഉറപ്പ് നൽകിയത് അതിൻ്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നിലവിൽ വന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുവോ മോട്ടോ ഒരു ആക്ഷൻ, വ്യക്തിപരമായ പരാമർശം ഇല്ലാത്തതിൻ്റെ ഭാഗമായി, മൊഴികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായി, കേവലം ഒരു റിപ്പോർട്ടിൻ്റെ ജനറൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി ഇന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിനെതിരായി നടപടികൾ എടുക്കാൻ സ്വാഭാവികമായും നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഒരു 400ഓളം പേജുകൾ പുറത്തു വരാത്ത മൊഴികളുണ്ട്. അതിൽ മൊഴികളുമുണ്ട്, രേഖകളുമുണ്ട്. അതൊന്നും കമ്മീഷൻ ഗവൺമെൻറ്റിന് തന്നിട്ടില്ല, പുറത്തും വിട്ടിട്ടില്ല. അതുപോലെ തന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ തന്നെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഒഴിവാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് കമ്മീഷൻ്റെ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം ഇത് പുറത്തു വിടില്ല എന്ന ഉറപ്പ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു